ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നവരാത്രി സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ആദ്യം വരച്ചത് ഒരു ദുർഗയായിരുന്നു. അത് ഇത്തിരി ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു മോഡലാണിത്. ദുർഗയുടെ മോഡലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം വട്ടത്തിലുള്ള കാർഡ്ബോർഡ് എടുത്തു. ആ കാർഡ്ബോർഡിൽ മഞ്ഞ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത്. ഞാൻ ഫോം ഷീറ്റാണ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ ബഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഫുള്ളല്ല, അതിൻ്റെ ആ ഒരു മുഖം ഒഴികെ ബാക്കി ഭാഗങ്ങളൊക്കെ ബഡ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണേ. ഞാൻ അതിന് ആ ബഡ്സ് ഒട്ടിക്കാനുള്ള ഡിസൈനാണ് ആ കാർഡ്ബോർഡിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം നന്നായിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഫെവിക്കോൾ തേക്കണം. ഫെവിക്കോൾ തേച്ച് ബഡ്സ് രണ്ടായിട്ട് നടുവിൽ വെച്ച് മുറിച്ച് ആ ഡിസൈനിലൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അത്യാവശ്യം നല്ലോണം ഫെവിക്കോൾ വെച്ച് തേച്ചാൽ കുറച്ച് നേരം എടുക്കും ഉണങ്ങാൻ, പക്ഷെ ഉണങ്ങി കിട്ടും നമുക്കത് നന്നായിട്ട്. അപ്പോൾ ആ ഡിസൈൻ വരച്ചതിലൂടെയൊക്കെ ആ ബഡ്സ് രണ്ടായിട്ട് മുറിച്ചത് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ബഡ്സ് ഞാൻ മുകൾ ഭാഗം മാത്രമേ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഫേസ് വരച്ചെടുക്കാം. കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ വരച്ചെടുത്താലേ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ ബാക്കി ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫേസ് വരച്ചെടുത്തു കഴിഞ്ഞു. ഇനി ബഡ്സ് ആ മുഖത്തിൻ്റെ ഷേപ്പിലൂടെ പുറത്തു കൂടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ബഡ്സ് നമ്മൾ ഏകദേശം ഒട്ടിച്ചു കഴിഞ്ഞു. ഫുൾ ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒട്ടിച്ചതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തുകൊണ്ട് നമുക്ക് റോസ് മുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ റോസ് മുത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഔട്ട്ലൈനായിട്ട്. അതിനുശേഷം നമുക്ക് ബഡ്സ് താഴത്തെ ആ ഒരു കുഞ്ഞു പോർഷനിൽ ഒരു കുറച്ച് ഭാഗം ഇരിക്കുന്ന വീഡിയോയിൽ കാണുന്നുണ്ട്. ആ പോർഷനിൽ നമുക്ക് ഒരു ബഡ്സ് ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബഡ്സ് ഏകദേശം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ ഗോൾഡൻ കളർ മുത്ത് ആ റോസ് കളർ മുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടല്ല അടുത്ത വരിയായിട്ട് ഗോൾഡൻ കളർ മുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ റോസ് കളർ മുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ കളർ കഴിഞ്ഞിട്ട് ഗോൾഡൻ റോസ് അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ 3 വരിയായിട്ട് ഗോൾഡൻ റോസ് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തു.
നമ്മൾ മുത്തൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഫേസിൽ കണ്ണും മൂക്കും ഒക്കെ ഒന്ന് ഡാർക്ക് ചെയ്യാണ്. ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് ചെയ്യുന്നത്. ആദ്യം ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തത്, പക്ഷേ അതെന്തോ എനിക്ക് അത്ര ഫിനിഷിങ് തോന്നിയില്ല. സോ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയൊക്കെ ടച്ച് ചെയ്ത് കൊടുത്തത്. ഒരു കണ്ണ് മാത്രമേ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതും ഞാൻ സ്കെച്ച് പെൻ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആ ചുണ്ട് ബ്ലാക്ക് കളർ കൊണ്ടൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം റെഡ് കളറും അകത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റോസ് കളർ മുത്താണ് അതിൻ്റെ ചുറ്റുമായിട്ട്, ഫേസിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ച് കൊടുത്തത്. ഞാൻ ആദ്യത്തെ വരി എടുക്കാനുള്ളത് മറന്നുപോയതാണ്, സോറി. ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 വരി റോസ് കളർ മുത്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ആ കഴുത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഗോൾഡൻ കളർ മുത്ത് ഒട്ടിച്ച് കൊടുത്തു. അതിനുശേഷം ആ കിരീടം പോലെ വരുന്ന ഭാഗത്ത്, ആ നെറ്റി ഭാഗത്താണ് കിരീടം ഇറങ്ങി വരുന്നത്. ആ കിരീടം വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു മുട്ട് ഷേപ്പിലുള്ള ബീഡ് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഗോൾഡൻ കളർ അതിനെ കവർ ചെയ്ത് ഗോൾഡൻ കളർ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മുത്തൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ആ ബഡ്സിൻ്റെ 2 അറ്റത്തായിട്ട് വെള്ള തിരുനൂല് ഒട്ടിച്ചു കൊടുത്തു. താഴത്തേക്ക് ചെറുതായിട്ട് തൂങ്ങി കിടക്കുന്ന പോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി റോസ് ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അത് ആ ഗ്ലൂ ഗൺ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ പശ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ നിൽക്കും. എനിക്കതൊരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തതാണ് ആ റോസ് ബീഡ്സ്. അതിനുശേഷം ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം റോസ് അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ആ മഞ്ഞ കാണുന്ന 2 സ്ഥലങ്ങൾ ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുത്തു. എപ്പോഴും ഞാൻ അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ്, എനിക്കതാണ് ഇഷ്ടം യൂസ് ചെയ്യാൻ. പിന്നെ അടിച്ചു കൊടുത്തതിന് ശേഷം റെഡും ഗ്രീനും നൂലുകൾ ആ വെള്ള നൂലിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ തൂക്കിയിട്ട് കൊടുത്തു. ഇടകലർത്തി വെള്ളയും റെഡും ഗ്രീനും ആയിട്ട് ഇടകലർത്തി ഇട്ട് കൊടുത്തു. ആ ഗ്രീനും അതൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ റോസ് ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ നൂലിൻ്റെ ബീഡ്സ് കിട്ടും, അത് ഈ നൂലിൻ്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നതിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ദുർഗാദേവിയുടെ മോഡൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.